മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ പറയാം. സരിൻ എന്തോ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ മുമ്പിലുള്ള അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2024 തെരഞ്ഞെടുപ്പാണല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 21 ശ്രീധരന് കിട്ടിയ 6000 വോട്ടിന്റെ ഭൂരിപക്ഷം താങ്കൾക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, താങ്കളുടെ ഭൂരിപക്ഷം ഏതാണ്ട് 500-നടുത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 500-ലേക്ക് 24, അതായത് 6 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 500 മാത്രം ഭൂരിപക്ഷമായിരുന്ന അങ്ങ് ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 10,000 വോട്ടെങ്കിലും ചുരുങ്ങിയത് അവിടെ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ ഒരേപോലെ അല്ലല്ലോ. ജയസാധ്യതയുടെ പേരിൽ വോട്ട് ചെയ്യുന്ന അർബൻ മേഖലയിൽ അത് പ്രത്യേക അത്തരത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ പെർസെൻറ്റേജ് കൂടുതലാണല്ലോ. അതിനു മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരൻ സാറ് 40,000 വോട്ടുണ്ടായിരുന്ന BJPക്ക് 50,000-ൽ കൂടുതൽ വോട്ട്, 10,000 വോട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വർദ്ധിച്ചതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് വർദ്ധിച്ചത്? അപ്പോൾ വർദ്ധിക്കാൻ കാരണം അർബൻ മേഖലയിൽ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ പ്രവർത്തിക്കും. കാരണം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്തറിയുന്ന സ്ഥാനാർത്ഥി, ഇത്തരം ഘടകങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇവിടെ ജയിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളതിൻ്റെ പേരിൽ വോട്ട് ചെയ്യാത്ത, UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത ആളുകളുണ്ടാവും, നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾ, നഗരസഭാ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ പാലക്കാട് നഗരത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതെല്ലാവർക്കും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ ഒരു 8,000 മുതൽ 10,000 വരെ വോട്ടിന് ഞങ്ങൾക്ക് നഗരസഭാ പരിധിയിൽ ലീഡ് ചെയ്യാൻ കഴിയും. ഒരു നിമിഷം CK, സരിന് ഒന്നോ ചോദിക്കാനുണ്ട്. സരിൻ എന്തോ ഇടപെടണം എന്ന് പറഞ്ഞു. സരിൻ ഒരു സംശയം. സരിൻ പ്ലീസ്. ഞാനിവിടെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞ കണക്കിൽ അദ്ദേഹം പറയുന്നത് ഒരു മുഖവിലേക്ക് എടുക്കാവുന്ന ഒരു കാര്യമുണ്ട്. BJPക്ക് സ്ട്രോങ് ഹോൾഡായി കരുതുന്ന സ്ഥലങ്ങളിലെല്ലാം വോട്ട് ശതമാനം കുറയാതെ അത് കീപ്പ് ചെയ്യാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അനുമാനിക്കുന്നത് അത് മുഴുവൻ പ്രിയപ്പെട്ട എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നവരാണ് എന്നാണ്. ആ അനുമാനത്തിലേ തെറ്റുള്ളൂ. അദ്ദേഹം വിശ്വസിക്കുന്നത് ഈ വന്നവർ മുഴുവൻ BJPക്ക് തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന്. ഉറപ്പിച്ച് പറയാം, ഇത്തവണ BJPയുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശ്രീധരൻ എന്നുള്ള വോട്ട് എങ്ങനെയാണോ അദ്ദേഹത്തിന് അട്രാക്ട് ചെയ്യാൻ പറ്റിയത്, അതുപോലെ അട്രാക്ട് ചെയ്യാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്നുള്ള സാങ്കേതിക ഉത്തരവും ന്യായവും പറഞ്ഞാൽ പോലും ശ്രീ കൃഷ്ണകുമാറിന് സാധിക്കാതെ പോയത് അതിൽ ആ സ്ഥാനാർത്ഥികളുടേതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പാരിസൺ വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ കമ്പാരിസൺ വരുത്താൻ നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലും BJPക്കകത്ത്, ഞാൻ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയെ വില കുറച്ച് കാണുകയല്ല, അദ്ദേഹം മത്സരിക്കുന്ന 5 കൊല്ലത്തിനിടയിലെ 5ാമത്തെ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ഉണ്ടാവുന്ന ഒരു അസുഖകരമായ ഒരു വസ്തുത, പ്രത്യേകിച്ച് അവസാന ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കേണ്ട ആൾ ആ ക്യാമ്പ് വിട്ട് മറ്റൊരു ക്യാമ്പിലേക്ക് പോയതടക്കം അവിടെ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ അദ്ദേഹം എന്തുകൊണ്ടോ കണക്കിൽ കിഴിച്ചില്ല എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. അദ്ദേഹം കണക്ക് കൂട്ടിയാണ് പറയുന്നത്. എപ്പോഴും കണക്ക് കൂട്ടൽ മാത്രമല്ല, കണക്ക് കിഴിക്കേണ്ടതിന്, അതിനെ മൈനസ് ചെയ്യേണ്ടതിന് അദ്ദേഹം മൈനസ് ചെയ്യാൻ മറന്നുപോയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്ന ഈ 8,000-ന് പകരം ഞാൻ ഉറപ്പിച്ച് പറയുന്നു അതിൻ്റെ കൃത്യം പകുതി 4,000 വോട്ടിന് അദ്ദേഹം ലീഡ് ചെയ്യും. ഞാനും അത് തർക്കമില്ലാതെ തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ സാറിന് ഒരു കാര്യം കൂടി, സാറിന് ഇപ്പോൾ പറഞ്ഞത് വളരെ ലോജിക്കലാണ്. അതായത് ഈ കഴിഞ്ഞ ഇപ്രാവശ്യം വന്ന ഒരു കാര്യം മാത്രം, അതായത് ചോദിച്ചോട്ടെ, അല്ല ഒറ്റ കാര്യം. 21 തെരഞ്ഞെടുപ്പിൽ പ്രമോദായിരുന്നു, അഡ്വക്കേറ്റ് പ്രമോദായിരുന്നു ഇവിടെ സ്ഥാനാർത്ഥി. 36,000-ഓളം വോട്ട് ലഭിച്ചുവല്ലോ, 36,400-ഓളം വോട്ടാണ് ലഭിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ A. വിജയരാഘവൻ. അപ്പോൾ വിജയരാഘവൻ അപ്പോൾ പ്രമോദിനേക്കാളും മോശമായിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ? അതാണോ CPMൻ്റെ വോട്ട് 34,000-ലേക്ക് പോയത്? അതാണോ പോയത്? അപ്പോൾ അല്ല, അങ്ങനെയല്ല. അസംബ്ലി തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത്, അല്ല താങ്കൾ പറഞ്ഞാണ് ഈ ശ്രീധരൻ സാറുടെ ഇനി ലഭിച്ച വോട്ടുകൾ കൃഷ്ണകുമാർ ലഭിക്കുക. കാരണം ഈ ശ്രീധരൻ സാറ്, ഞാൻ 100% പറയുന്നു, ഈ ശ്രീധരൻ സാറെ പോലെയുള്ള അത്രയും ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാളുടെ അടുത്ത് നിൽക്കാൻ പോലും അർഹതയില്ലാത്ത ആളാണ്. പക്ഷേ പാലക്കാട്ടുകാർക്കൊരു വിശ്വാസമുണ്ട്, അവർ വിളിച്ചാൽ ഓടിയെത്തുന്ന ആളാണ്. അവരുടെ മുന്നിൽ അനുഭവങ്ങളുണ്ട്. പ്രളയകാലത്ത്, കോവിഡ് കാലത്ത്
കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് നഗരസഭാ പരിധിയിൽ ഓരോ വീടുകളിലും ന്യൂനപക്ഷ സമുദായങ്ങളുടെ വീടുകളിലടക്കം പോയി ചോദിച്ചാൽ അറിയും. അവർക്ക് പ്രളയമുണ്ടായ സമയത്ത് അവർ പരസ്യമായിട്ട് MP രാജേഷിനെ ശംഖുവാർ തോടിൽ തടഞ്ഞു നിർത്തി പറഞ്ഞാണ് ഇങ്ങോട്ട് വരണ്ട, പ്രളയമുണ്ടായ സമയത്ത് ഞങ്ങൾക്ക് പുലർച്ചെ ഓടി വന്ന് ഞങ്ങളെ രക്ഷിക്കാനുണ്ടായത് കൃഷ്ണകുമാറാണെന്ന്. അന്ന് വൈറലായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അടക്കം വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ പറയട്ടെ, കണ്ണാടി പഞ്ചായത്ത് സരിൻ പറഞ്ഞല്ലോ, ഞാൻ സരിൻ്റെ ആഗ്രഹം നല്ലത് തന്നെയാണ്. കണ്ണാടിയിലും മാത്തൂരും പോളിംഗ് കൂടിയതിന് പിന്നിൽ എന്താ CPMൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. CPM കാലാകാലങ്ങളായിട്ട് ശക്തിയുള്ള ആ പഞ്ചായത്തിൽ ഇത്തവണ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചതിൻ്റെ പിന്നിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്ത ഓരോ ബൂത്തിലും 5ഉം 6ഉം തവണ വീടുകൾ കയറി ഇറങ്ങിയതിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇത്തവണ അവിടെ പോളിംഗ് കൂടാൻ കാരണം. ഞങ്ങൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത പഞ്ചായത്തുകളാണ് പ്രായിരിയും മാത്തൂരും കണ്ണാടിയും. അതിൽ മാത്തൂരും കണ്ണാടിയും ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നു. കാരണം ഞങ്ങൾക്ക് ഏറ്റവും അധികം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പഞ്ചായത്ത് എന്നുള്ളതിൽ ഞങ്ങൾ അവിടെ ഫോക്കസ് ചെയ്തു. നാളത്തെ റിസൾട്ട് കഴിയട്ടെ, നാളെ വോട്ടെണ്ണി കഴിയട്ടെ, ഞാൻ കാണിച്ചു തരാം. ആ പഞ്ചായത്തുകളിൽ ഒന്നുകിൽ CPMന് ഒപ്പം അല്ലെങ്കിൽ CPMനെ മറികടന്നുകൊണ്ട് കണ്ണാടിയിൽ ഞങ്ങൾ 1ാം സ്ഥാനത്തുണ്ടാവും. മുനിസിപ്പാലിറ്റിയിൽ ലാസ്റ്റ് 67% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1500 വോട്ടിന്റെ ഡിഫറൻസ് ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കുറഞ്ഞത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1500. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണാടി, ഞാനാണല്ലോ മത്സരിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 1500 വോട്ടാണ്. കണ്ണാടി പഞ്ചായത്തിൽ 1500 വോട്ടാണ് ഞങ്ങൾ CPM തമ്മിലുള്ള വ്യത്യാസം. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള പ്രവർത്തനം കണ്ണാടി പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട്. ഈ തവണ കണ്ണാടി പഞ്ചായത്തിൽ ഞങ്ങൾ 1ാം സ്ഥാനത്ത് മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് ശതമാനം എങ്ങനെ കുറഞ്ഞു? അത് 2500 വോട്ട്. അതിൽ എല്ലാ നമ്മൾ കിഴിച്ചു കഴിഞ്ഞാലും 2500 കുറവ് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ അതെല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടിയത് വോട്ട് അത് BJPയുടെ മാത്രം വോട്ട് കുറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ കൃഷ്ണകുമാർ, ഒരു കാര്യം ഞാനൊന്ന് ഇടപെടുകയാണ്. ഇവിടെ മാഡം പറഞ്ഞു വന്നത് മൂത്താന്തറ വടക്കന്തറ ഭാഗങ്ങൾ വെച്ചാണ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ബൂത്ത് നമ്പർ അങ്ങേക്ക് തെറ്റാണെങ്കിൽ തിരുത്താം. ബൂത്ത് നമ്പർ 56, 57, 58, 59, 65 ഈ ബൂത്തുകളിലെല്ലാം 79, 82, 84, 77 ഇങ്ങനെയാണ് ശതമാന കണക്ക് നിൽക്കുന്നത്. ഈ ബൂത്തുകളിൽ ഞാൻ ടോട്ടലല്ല, ഞാൻ സ്പെസിഫിക് ആയാണ് പറയുന്നത്. ഇത്രയും ബൂത്തുകളിൽ NDAക്ക് വോട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ലീഡ് ഉയർത്താൻ താങ്കൾക്ക് കഴിയും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇതെല്ലാം NDAയുടെ ശക്തി കേന്ദ്രങ്ങളാണ്, ഒരു സംശയവുമില്ല. അവിടെ നിന്ന് വോട്ട് മാറിയില്ല. ഞാൻ അതാ പറയുന്നത്, ഞാൻ അതാ ചോദിക്കുന്നത്. ഈ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഒരു 78-79% കൂടുതൽ വോട്ട് വന്നിട്ടുള്ള ബൂത്തുകളുടെ എണ്ണം നിങ്ങൾ പരിശോധിക്കേ. അത് പരിശോധിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് ശ്രീ C കൃഷ്ണകുമാർ, ഇപ്പോൾ 58ാം നമ്പർ ബൂത്തിൽ 84.57%. അതായത് 914 വോട്ടിൽ 773 വോട്ടും പോൾ ചെയ്തിട്ടുണ്ട്. അതെ 58. അതെ, കർണജി നഗറാണത്. കർണജി നഗറാണ് 82%. 57ാം ബൂത്ത് കർണജി നഗറാണ്. 55ാം നമ്പർ ബൂത്ത് 81% കർണജി നഗറാണ്. 65ാം നമ്പർ ബൂത്ത് 1077.94 വടക്കന്തറയാണ്. ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഏരിയകളിൽ കനത്ത പോളിംഗ് നടന്നിട്ടുണ്ട്. അവിടെ വോട്ട് ചെയ്യാൻ വരാൻ കഴിയുന്ന ജീവിച്ചിരിപ്പുള്ള ഞങ്ങൾക്ക് ലഭിക്കുന്ന മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ എല്ലാ ബൂത്തുകളിലും നടന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. 2500ഓളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് പ്രദേശത്തു നിന്ന് കുറഞ്ഞു എന്ന് നിങ്ങൾ പരിശോധിക്കുക. UDFൻ്റെ ഭാഗത്തു നിന്നുള്ള വോട്ട് ഫ്രീസിങ് നടന്നിട്ടുണ്ട്. UDFിലെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം വോട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പഠിക്കാത്തത്? അതുപോലെ തന്നെ കോൺഗ്രസ്സിന് പരമ്പരാഗതമായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു വിഭാഗം വോട്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിൽ പഠിച്ചു നോക്ക്. എനിക്ക് ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ കണക്കുകൾ ഞാൻ കാണിച്ചു തരാം.